ഇപ്പോൾ ഈ വന്നേക്കണ ലോഡ് തന്നെ 25 ദിവസം ഒരു മാസത്തോളമൊക്കെ മുമ്പ് വിളിച്ച് പറഞ്ഞവരാണ്. ഓക്കെ, അവർക്ക് അത്രയും അവർ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്കത് കൊടുക്കാൻ പറ്റുന്നില്ല. കാരണം എന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്നൊന്നും ലോഡ് വരുന്നില്ല. ഓക്കെ, അതേമാതിരിയാണ് ഇതിപ്പോൾ ഒരേ ഭാഗങ്ങൾ ഇതിപ്പോൾ തിരുവനന്തപുരം ഭാഗത്തേക്ക് ഇതുവരെ കൊടുത്തിട്ടില്ല. അവിടെ കൊടുത്തിട്ടില്ല. നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിൽ, അതായത് ഇപ്പം എനിക്കത് ഇന്നിപ്പം മെയ് 15 ഇതിപ്പം ഈ മാസത്തെ 3ാമത്തെ ലോഡാണ്. അപ്പം നമ്മൾ കഴിഞ്ഞ 3 ലോഡ് നമ്മൾ എറണാകുളം, തൃശ്ശൂർ, നമ്മുടെ പാലക്കാട് അങ്ങനെ കിടന്ന് കറങ്ങുമായിരുന്നു അല്ലേ? പിന്നെ ഇടയ്ക്ക് കുറച്ച് ഇടുക്കിയിലും വയനാടും കയറി പോയി. അതേ ഉള്ളൂ. അപ്പൊ ഇനിയും വേണം തെക്കൻ ജില്ലകളിലോട്ട് കൊടുക്കാൻ. ഈ ലോഡിലില്ല. ഈ ലോഡിലും ഇല്ല. ഈ ലോഡിൽ ഇപ്പൊ കാസർഗോഡും വയനാട് അങ്ങോട്ട് മലപ്പുറം അങ്ങനെ അങ്ങോട്ടാ. അത് നമുക്ക് കോട്ടയംകാർക്കും പത്തനംതിട്ടക്കാർക്കും ആലപ്പുഴക്കാർക്കും കൊല്ലംകാർക്കും തിരുവനന്തപുരംകാർക്കും ഇനിയും വെയിറ്റ് ചെയ്യണം. അടുത്ത വെയിറ്റിംഗിലാണ് അവർ. ശരി. അപ്പം എനിക്ക് തോന്നുന്നു ഇതൊക്കെ എത്ര ദിവസം ബുക്ക് ചെയ്ത കുട്ടികൾ ആൾക്കാർ? 25 ദിവസം വിളിച്ചു വരാം അല്ലേ? ഓക്കെ. അത് നമ്മൾ ഒന്നുകൂടെ പറയാം, നമ്മുടെ കുതിരാൻ ഫാമിൽ നമുക്ക് ബുക്കിങ്ങിന് പൈസ ഇല്ല. നിങ്ങൾക്ക് വേണ്ട കുട്ടികളെ വിളിച്ച് പേരും അതിന്റെ ഡീറ്റെയിൽസും എത്രയാണ് തൂക്കം വേണ്ടത് മാത്രം പറയാം അല്ലേ? ഓക്കെ. എന്നിട്ട് ലോഡ് വരുന്ന ദിവസം നമ്മൾ വിളിച്ചു പറയും. 2 ദിവസം മുമ്പ് വിളിച്ചു പറയും. നമ്മുടെ കേരള ബോർഡർ കഴിയുമ്പോൾ നമ്മൾ വിളിച്ചു പറയും. 2 ദിവസം മുമ്പ് വിളിച്ചു. അപ്പൊ ലോഡ് വരുന്ന ദിവസം എന്നാണ് വിൽപ്പന, ആ ദിവസം വന്നിട്ട് എടുത്തോണ്ട് പോവാം. എല്ലാവർക്കും വന്നിട്ട് ഇഷ്ടമുള്ള എടുത്തോണ്ട് പോവാം. അല്ലാതെ വന്നിട്ട് പെട്ടെന്ന് വന്നിട്ട് ചേട്ടാ പോത്തുണ്ടോ എന്ന് ചോദിച്ചിട്ട് അങ്ങനത്തെ പരിപാടി ഇല്ല. കുറെ പേര് ഇടയ്ക്ക് വിളിക്കാണ്ട് വരുന്നുണ്ട്. അവർ വന്നിട്ട് തിരിച്ചു പോവാണ്, നിരാശയായിട്ട് പോകും. അത് തന്നെ. അതിന്റെ കാണുമ്പോൾ പറയും വരണെന്താ നമുക്കാണെങ്കിൽ ഇത് ആദ്യം പറഞ്ഞവർക്ക് കൊടുക്കാണ്ടിരിക്കാനും പറ്റില്ല, അവർക്ക് കൊടുക്കാൻ പറ്റില്ല. അതെ, നമ്മൾ ആരെയും അഡ്വാൻസ് വാങ്ങിയതിൽ ഒന്നും വാങ്ങിയതില്ല. എന്നാൽ പോലും നമ്മൾ വാക്ക് പറഞ്ഞതിന് നമ്മൾ മാറ്റി കൊടുക്കത്തില്ല. ഓക്കെ, നോക്കി കിട്ടുന്ന ഒരു പോത്ത. ഇതാണ് നമ്മുടെ ഫാമിൽ വന്നിരുന്ന പോത്തുകുട്ടികളുടെ ഒരു ക്വാളിറ്റി എന്ന് പറയുമ്പോൾ. ഇതേപോലുള്ള പോത്തുകളാണ് ഇങ്ങേ അറ്റം മുതൽ അങ്ങേ അറ്റം വരെ. ചേട്ടാ എത്ര ഉണ്ട് ഈ പ്രാവശ്യത്തെ ലോഡിനകത്ത്? 53 51 2 എരുമി. 51 2. ഓക്കെ, കഴിഞ്ഞ 2-3 തവണയായിട്ട് നമുക്ക് 53 വെച്ചിട്ടായിരുന്നു അല്ലേ? 110 തൊട്ട് 240 വരെ. 110 മുതൽ 250 വരെ അല്ലേ? ഹരിയാനയിൽ എങ്ങനെ വില റേറ്റ് മാറണോ അതനുസരിച്ച് ഇനിയിപ്പോ പെരുന്നാൾ കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഇതുണ്ടാവുള്ളൂ. ഓക്കെ, പെരുന്നാൾ കഴിയുമ്പോൾ കുറയുന്ന ഒരു പ്രതീക്ഷ ഉണ്ടോ ചേട്ടാ? എനിക്ക് ആ പ്രതീക്ഷയില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോ പറയാൻ ഒരു ഇതേമാതിരിയുള്ള മോഡലുള്ള കുട്ടികൾക്ക് ഇപ്പൊ അവിടുന്ന് ഹരിയാനയിൽ നിന്ന് ഒരു പാർട്ടിക്ക്, നമുക്കറിയാവുന്ന ഒരു പാർട്ടിക്ക് ഓർഡർ കിട്ടിയിട്ടുണ്ട്. ഏറെക്കുറെ ഇത് വേണ്ട, ഇത്രയും വേണ്ട, ഇതിലും ചെറുത് ഒരു 100-200 കിലോ റേഞ്ച് ഉള്ളതിന് 49,000 രൂപയാണ് അതിന് വില. ഒരു പോത്തിന്റെ അവിടെ അല്ലേ? അവിടെ. അപ്പൊ എത്ര രൂപ വില? 245 രൂപ വില അവിടെ കിലോയ്ക്ക് ആവുന്നുണ്ട് ഇപ്പൊ ഈ പെരുന്നാൾ പ്രമാണിച്ച്. ശരി. അപ്പൊ അതുകൊണ്ട് അത് കഴിഞ്ഞാൽ അപ്പൊ ഇപ്പൊ നമുക്ക് തന്നെ എടുത്തിട്ട് ഇവിടെ കൊണ്ടുവന്ന കൃഷിക്കാർക്ക് കൊടുക്കാനൊന്നും പറ്റില്ല. അതുകൊണ്ടാണ് നമ്മളൊന്ന് സ്റ്റോപ്പ് പറഞ്ഞത്. കാരണം അവിടുത്തെ വില ഇട്ടിട്ട് എങ്ങനെയാണെന്ന് അറിഞ്ഞിട്ട്. ഓക്കെ, പെരുന്നാൾ ആകുമ്പോഴത്തേക്ക് നമ്മള് കുറെ വലിയ നോക്കാം. അതുപോലെ ഇനി പെരുന്നാൾ ആകുമ്പോഴത്തേക്ക് റൂട്ടിൽ നല്ല ഭയങ്കര ചെക്കിംഗ് ആണ്. അപ്പൊ ഇത് തന്നെയല്ല, ഈ വണ്ടി ഈ ലോഡ് തന്നെ ദൈവം സഹായിച്ച് 2 അടുത്ത് പിടിച്ചു. എന്തോ ഭാഗ്യം കൊണ്ട് പൈസ കൊടുത്ത് ഇറങ്ങി പോകുന്നു. ഓക്കെ, അപ്പൊ ഇനി മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ പെരുന്നാളൊക്കെ ആകുമ്പോഴത്തേക്ക് നല്ല ടൈറ്റ് ആയിട്ടുള്ള പിടുത്തമാണ്. ഓക്കെ.